എല്ലാം കണ്ണല്ല, എല്ലാം ചെവിയല്ല, എല്ലാം കാലല്ല. ആമേൻ. ആ ശരീരത്തെ നിർമ്മിച്ച സൃഷ്ടിതാവിന് ഒരു ഉദ്ദേശമുണ്ട്, ഓരോരോ അവയവങ്ങൾ എവിടെ ഇരിക്കണമെന്ന്. ഇതേപോലെ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ ചിലർ കണ്ണുകളാ, ചിലർ കാലുകളാ, ചിലർ കൈകളാ, ചിലർ അകത്തുള്ള ഹൃദയത്തിന്റെയും കിഡ്നിയുടെയും ഭാഗങ്ങളാ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ണാകുന്ന വ്യക്തിക്ക് ദൈവം തന്റെ ഹൃദയത്തിന്റെ വിഷൻ കൊടുക്കും. ആമേൻ. എപ്പോഴാണോ ദൈവത്തിന്റെ പർപ്പസ് പ്രിയ കുഞ്ഞെ നീ അറിയുന്നത്, അപ്പോൾ ആ പർപ്പസ് നീ അറിഞ്ഞപ്പോൾ അതിന്റെ പേരാണ് വിഷൻ, ദർശനം. ആമേൻ. പർപ്പസ് എപ്പോൾ നമ്മൾ അറിയുന്നുവോ അപ്പോൾ അത് നമ്മുടെ ദർശനമായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിന്റെ സഭയിൽ കണ്ണുകളായിരിക്കുന്നവർക്ക് ദൈവം ദർശനം കൊടുക്കുന്നു. ആമേൻ. അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ ദർശനം മറ്റുള്ളവരിലേക്ക് പകരുന്നു. അതാണ് ഇപ്പോൾ ആ സിലബസ് നിങ്ങൾക്ക് തന്നില്ലേ, അതിലൂടെ നടക്കുന്നത്. ആമേൻ. തുടർന്ന് അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും തുടർന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് അത് വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ച് മാത്രം വേണം നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുവാൻ. പർപ്പസിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തില്ല എങ്കിൽ ദൈവത്തിന്റെ ചുറ്റിക നമ്മുടെ മേൽ വരും. ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിങ്ങൾ പലതും പണിതെടുക്കാൻ നോക്കി, പക്ഷേ അവസാനം അത് പൊളിഞ്ഞുപോയി. ആമേൻ. നിങ്ങൾ സങ്കടം ഉള്ളവരായി തീർന്നു, സമയം നഷ്ടപ്പെട്ടവരായി തീർന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ച് നാം പണിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഓടിയാൽ ദൈവത്തിന്റെ ചുറ്റിക വരും. ജോനയോട് കർത്താവ് എങ്ങോട്ട് പോകാനാ പറഞ്ഞേ? നീനവയ്ക്ക് പോകാൻ പറഞ്ഞു. ജോന എങ്ങോട്ടാ പോയേ? തർശീശിലേക്ക് പോയി. അപ്പോ ദൈവത്തിന് ആ ജോനയെ കുറിച്ചുള്ള അപ്പോൾ ഉദ്ദേശം എന്തായിരുന്നു? നിനവയ്ക്ക് പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ജോന പ്ലാൻ ചെയ്തത് ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ചാണോ? ജോനയുടെ പ്ലാൻ ഡിഫറന്റാ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. എന്ത് സംഭവിച്ചു? ജോനയുടെ പ്ലാൻ ഡിഫറന്റ് ആയപ്പോ ദൈവത്തിന്റെ ചുറ്റിക ജോനയുടെ പ്ലാനിന്റെ മുകളിൽ വന്നു വീണു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജോനയുടെ പ്ലാനിന്റെ മുകളിൽ വന്നു വീണു. അതോടുകൂടെ ജോനയ്ക്ക് മാത്രമല്ല, ജോനയോടുകൂടെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം പ്രശ്നമാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങളെ കർത്താവ് ഒരു സഭാ ശുശ്രൂഷകനാക്കി വെച്ചാൽ, ആമേൻ, നിങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് കർത്താവിന്റെ അതേ ദർശനമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല പ്രോബ്ലം, നിങ്ങളോടുകൂടെ ആരെല്ലാം ആ സഭയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ, ആ സഭയിൽ കൂടെ ഇരിക്കുന്നുണ്ടോ, ജോനിയോടുകൂടെ ആരൊക്കെ ട്രാവൽ ചെയ്തോ അവർക്കെല്ലാം പ്രോബ്ലം ആയതുപോലെ നിങ്ങളോടുകൂടെ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ പ്രോബ്ലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അതുകൊണ്ട് നിങ്ങളെ ദൈവം ഒരു സഭാ ശുശ്രൂഷനാക്കി മാറ്റുന്നുവെങ്കിൽ ദൈവത്തിന്റെ അതേ ക്രിസ്തുവിന്റെ അതേ ദർശനം ഓരോ നിമിഷവും നിങ്ങൾ പ്രാപിച്ചു കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ആട്ടിൻ കൂട്ടത്തെ നിങ്ങൾ തിന്മയിലേക്കായിരിക്കും നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയരെ, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വർക്ക് ഇൻ ദിസ് വേൾഡ് കർത്താവിന്റെ പ്രസംഗകനായി തീരുന്നത്. നിങ്ങൾ പേടിച്ച് ഇനി ഇതിലേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കരുത്. വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വർക്ക്. ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറഞ്ഞ യാക്കോബ് 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചു. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ശ്രദ്ധിച്ചേ പ്രിയരെ, ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ.
എല്ലാവർക്കും പുൾപിറ്റിൽ കയറി നിൽക്കാനും അതും ഇതൊക്കെ ചെയ്യാനും പുതിയ പുതിയ ഡോക്ടറും കൊണ്ടുവരാനൊക്കെ വലിയ താല്പര്യമാ. പക്ഷെ ഇതിന്റെ അപകടം അവിടെ എഴുതിയിരിക്കുന്നതാണ്ടോ? സാധാരണ ശിക്ഷയല്ല, അധികം ശിക്ഷ വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അധികം പേരും ഉപദേഷ്ടാക്കന്മാരാകാൻ വേണ്ടി പോകരുത്. പൊക്കോ, നീ നിൽക്കുമ്പോ എന്റെ പർപ്പസിൽ നിന്നോളണം, എന്റെ പർപ്പസിൽ നിന്നോളണം. തോന്നിയത് മനസ്സിലാക്കി സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം മഹത്വവും നടപ്പിലാക്കുവാൻ തോന്നിയത് കയറി പ്രസംഗിക്കരുത്. തോന്നിയ രീതിയിൽ ജനത്തെ നടത്തരുത്. ആമേൻ. കാരണം ദൈവദാസനാകുന്ന ആ വ്യക്തി വഴി അനേകർ തീച്ചൂളിലേക്ക് പോകുവാനിടയാകും. ആമേൻ. ഇതിനെല്ലാം കാരണക്കാരൻ ആ ഒരു ദൈവദാസനാ. കാരണം ദൈവത്തിൻ്റെതായ വിഷൻ ഇല്ലാത്ത ആ വ്യക്തി ഈ അനേകരെ തീപ്പൊയ്യിലേക്ക് എടുത്തിടുവാനിടയാകും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാരാകാൻ പോകരുത്. ആമേൻ. ദൈവം ഓരോരുത്തരെ നിയമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ചിലരെ അപ്പോസ്തലന്മാർ, ആമേൻ, ഹല്ലേലൂയ, ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷകന്മാർ, ചിലരെ ഇടയന്മാർ, ചിലരെ ഉപദേഷ്ടാക്കന്മാർ, ടീച്ചർമാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആരാക്കി വെച്ചു? ദൈവം ആക്കി വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അത് ആക്കി വെച്ചിട്ടുണ്ട്. ദൈവം അതിലേക്ക് അവരെ കൊണ്ടുവരും. ആമേൻ. ദൈവം അതിലേക്ക് അവരെ കൊണ്ടുവരും. പക്ഷെ നമ്മളുടെ ഫോഴ്സിലും നമ്മളുടേതായ സ്വാധീനത്തിലും നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ സമ്പാദിച്ച് ഈ പരിപാടി നമ്മൾ തുടങ്ങിയാൽ ലോകത്തിന്റെ മുൻപിൽ നമ്മൾ സോ ആൻഡ് സോ ആളായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളല്ല. മനസ്സിലായോ? ഒരു വ്യക്തിക്കും ആരെയും ഈ 5 തലം പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം സഭയിൽ, അല്ലെങ്കിൽ കർത്താവ് സഭയിൽ, ഒരു വ്യക്തികളല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. അതിലെ 5 തരം ശുശ്രൂഷകരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ജീസസ്, ഐ ഗീവ് യു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? കർത്താവ് ചിലരെ. പറഞ്ഞേ, കർത്താവ് ചിലരെ, കർത്താവ് ചിലരെ, കർത്താവ് ചിലരെ. കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചു? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു നിയമനം കർത്താവ് ഇവിടെ ചെയ്യുന്നതായിട്ട്? ഈ ലോകത്തിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട്. ആമേൻ. ആ വിളിയുള്ളവർ ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങട്ടെ. മനസ്സിലായോ? ഹല്ലേലൂയ. എല്ലാവർക്കും ഓരോരോ പാർട്ടുകൾ ഉണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഈ വിളി ആയിരിക്കത്തില്ല, പക്ഷെ മറ്റു പല വിളികളും ആയിരിക്കാം. ഹല്ലേലൂയ. ചിലവരെ ദൈവം ആ ഭാഗത്ത് നിർത്തുമ്പോ ചിലവരെ ദൈവം നിർത്തുന്നത് കാലിന്റെ ഭാഗത്തായിരിക്കാം. ചിലരെ ദൈവം നിർത്തുന്നത് ഹൃദയത്തിന്റെ ഭാഗത്തായിരിക്കും. ഹൃദയത്തിന്റെ ഭാഗത്ത് നിർത്തിയവർക്ക് യാതൊരു മഹത്വവുമില്ല, ഗ്ലോറിയുമില്ല. അവരെ ആരും കാണുന്നത് പോലുമില്ല. അവർ രഹസ്യമായി ഈ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടേയിരിക്കും, വ്യക്തികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടേയിരിക്കും. ആരുടെയും മഹത്വം അവർക്ക് കിട്ടുന്നില്ല. പലരുടെയും പരാതികളും കംപ്ലൈന്റുകളും മാത്രമേ അവർക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആരും അറിയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, കണ്ണിനും നെറ്റിക്കും മൂക്കിനും ഒക്കെ ഭയങ്കര മഹത്വമാണ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ദൈവസന്നിധിയിലെ ഇന്റേണൽ പാർട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ചിലർ അങ്ങനെയല്ല. ചിലർ കാലിന്റെ ഭാഗത്തായിരിക്കാം, ചിലർ കൈയുടെ ഭാഗത്തായിരിക്കാം. കൈയുടെ ഭാഗത്തുള്ളവർക്ക് കർത്താവ് അനുഗ്രഹിക്കുവാൻ, കൊടുക്കുവാൻ, കാലിന്റെ ഭാഗത്തുള്ളവര് ഈ ലോകത്തിൽ സഭയെ നടത്തുവാൻ. ആമേൻ. ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രാർത്ഥനയും കയ്യും കണ്ണും, അതായത് ഹൃദയവും കയ്യും കണ്ണും കാലും എല്ലാം കൂടി ചേരുമ്പോഴാണ് ക്രിസ്തുവിന്റെ സഭ നടക്കുന്നത്. അപ്പൊ പിശാചിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഈ അവയവത്തിന്റെ ഐക്യത തകർക്കുക. അപ്പോൾ ഇടതുകാല് ഇടത്തോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ
വലത് കാല് അങ്ങോട്ട്. എനിക്കിപ്പോ നീ ഇടത്തേക്കാണെങ്കിൽ ഞാൻ ഇടത്തേക്ക് വന്ന വിഷയം ഇല്ലെന്ന് പറഞ്ഞാൽ അതവിടെ പിന്നെ നിൽക്കും. ആമേൻ, ഹല്ലേലൂയ. ഇതിന് വേണ്ട പ്രോഗ്രാമും നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് സിലബസിലുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി എങ്ങനെ അതിന് ഓവർകം ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഓവർകം ചെയ്യണം. നമ്മുടെ ബലഹീനതകളെ നമ്മൾ ഓവർകം ചെയ്യണം. അല്ലാതെ 2 പാട്ടും ഒരു സങ്കീർത്തനവും വായിച്ച് നമ്മുടെ കാലം കഴിച്ചാൽ നമ്മൾ നമ്മളുടെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ സ്വപ്നം ചെയ്യില്ല. ആമേൻ. നമ്മളിൽ ഒരു പ്രോസസ് ആവശ്യമാ. ഇതിനാണ് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലാക്കിയത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിങ്ങൾ എന്റെ മുഖമേറ്റ് നിങ്ങൾ എന്നോട് പഠിക്കണം എന്ന് പറഞ്ഞേ. നമ്മൾ ക്രിസ്തുവിനോട് പഠിക്കണം. നമ്മൾ ക്രിസ്തുവിനോട് പഠിക്കണം. അപ്പൊ ഏതൊരു വ്യക്തിയും കർത്താവായ യേശു രക്ഷിതാവായി സ്വീകരിച്ചാൽ അന്ന് മുതൽ എന്ത് ആരംഭിക്കണം? പഠനം ആരംഭിക്കണം. ആമേൻ, പഠനം ആരംഭിക്കണം. എന്തിനെ കുറിച്ച് പഠിക്കണം? നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയാകുന്ന വചനങ്ങളെ പഠിക്കണം. എന്ത് പഠിക്കണം? രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ തക്കവണ്ണമുള്ള വചനങ്ങളെ ആരിൽ നിന്ന് പഠിക്കണം? കർത്താവിൽ നിന്ന് പഠിക്കണം. ആമേൻ. ഡിഗ്രി കിട്ടാനുള്ള വചനങ്ങളെ അല്ല. രക്ഷയ്ക്ക് അതാ വലിയ ഡിഗ്രി. രക്ഷയ്ക്ക് ജ്ഞാനിയായി തീരണം. വചനം പഠിക്കുവാനുള്ള റോങ് റീസൺസ് പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ PhD എടുക്കാൻ വചനം പഠിക്കുന്നു. ആമേൻ. ചുമ്മാ പ്രസംഗിക്കാൻ വചനം പഠിക്കുന്നു. നമ്മൾ എന്തും പഠിക്കുമ്പോൾ അതിന്റെ റീസൺ തിരുവചനത്തിൽ നിന്ന് തന്നെയായിരിക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞു രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാനുള്ള വചനം. ആമേൻ. നമ്മൾ ഓരോ നിമിഷവും മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ദൈവം ഓൾറെഡി നിയമിച്ചു കഴിഞ്ഞു. ഇനി ദൈവം നിയമിക്കാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓടണ്ട. നമ്മൾ അവരെ പോലെ ആകാൻ നോക്കണ്ട. TD ജെയ്ക്സിനെ പോലെ ആകാൻ നോക്കണ്ട. ബെനിഹിനെ പോലെ ആകാൻ നോക്കണ്ട. നമ്മൾ വേറെ ഏതെങ്കിലും ശോഭിക്കുന്ന പാസ്റ്ററെ പോലെ ആകാൻ നോക്കണ്ട. ആമേൻ. അവരുടെ നല്ല ക്വാളിറ്റി വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എടുക്കാം. പക്ഷേ നമ്മളെ പോലെ ദൈവം നമ്മളെ ആരാക്കി വെച്ചോ ആ വ്യക്തിയാകാൻ നോക്കിയാൽ മതി. ആമേൻ. ഇപ്പോ എന്നിൽ നിക്ഷിപ്തമാക്കിയ പ്രവൃത്തി നിങ്ങൾ ആര് ചിന്തിച്ചാലും വിചാരിച്ചാലും എത്രമാത്രം അധ്വാനിച്ചാലും പ്രാർത്ഥിച്ചാലും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിൽ വെച്ചിട്ടുള്ള പ്രവൃത്തി എനിക്കും പറ്റില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ക്രിസ്തുവിന്റെ സഭ പൂർണ്ണതയുള്ളതായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മളുടെ പ്ലാനിങ് എപ്പോഴും ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ചായിരിക്കണം. ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ഒരേ ഒരു ദൈവദാസനുള്ള സമയം. ആ ദൈവദാസന്റെ പേരാണ് മോശ. ആ ഒരേ ഒരു ദൈവദാസനേ ഉള്ളൂ. പക്ഷേ ആ ദൈവദാസനെ പോലും ദൈവം തന്റെ പർപ്പസ് നിൽക്കാത്തത് കൊണ്ട് കൊല്ലുവാൻ വരുന്നൊരു രംഗം നമുക്ക് അവിടെ കാണാം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമം അനുസരിച്ച് വരുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം പരിച്ഛേദനം കഴിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ മോശ ജീവിക്കുന്നത് തന്റെ അമ്മായിയപ്പന്റെ വീട്ടിലാ. ആമേൻ. സിപ്പോറ എന്ന ഒരു മിദ്യാന്യ സ്ത്രീയെ, ആ സ്ത്രീയുടെ വീട്ടില് തന്റെ അമ്മായിയപ്പന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരല്പം സ്വരം അവിടെ അധികാരം കൂടിയിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് ആ സഹോദരങ്ങള് അങ്ങനെ ഭാര്യ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കാത്തതിന്റെ ഒരു കാരണം കൂടെ.